ഇസ്രയേലിന്റെ യുദ്ധം അമേരിക്കയ്ക്ക് കൂടി വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകരതയുടെ അച്ചുതണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറബ് ലോകത്തിനും ഭീഷണിയാണെന്ന് US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത നെതന്യാഹു പറഞ്ഞു. അമേരിക്കയുടെ ശത്രുവായ ഇറാനെതിരെയാണ് ഇസ്രായേലിന്റെ യുദ്ധം. ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെ യുദ്ധം കൂടിയാണ്. ഞങ്ങളുടെ വിജയം നിങ്ങളുടെയും. അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായങ്ങൾക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു. ഗാസ യുദ്ധത്തിന്റെ പേരിലുള്ള വിമർശനങ്ങൾ പരിശോധിക്കാതിരുന്ന അദ്ദേഹം ഗാസയിലെ ഓരോ വ്യക്തിയും 3000 കാലോറി ലഭിക്കുന്നതിനാവശ്യമായ ഭക്ഷണം ഇസ്രായേൽ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു. അതേസമയം നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് അമേരിക്കൻ തലസ്ഥാനത്തുണ്ടായത്. നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണെന്ന് പ്ലക്കാർഡുകൾ പിടിച്ച് പാലസ്തീൻ അനുകൂലികൾ കോൺഗ്രസ് സ്ഥിതി ചെയ്യുന്ന ക്യാപിറ്റോൾ മന്ദിരത്തിന് പുറത്ത് തടിച്ചുകൂടി മന്ദിരത്തിനുള്ളിൽ കടന്ന് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. 5 പേർ അറസ്റ്റിലായി. മുതിർന്ന ഡെമോക്രാറ്റിക് നേതാവ് നാൻസി പെലോസി അടക്കം 39 ഡെമോക്രാറ്റിക് നേതാക്കൾ സഭയിലെത്താൻ കൂട്ടാക്കിയില്ല. നെതന്യാഹുവിനെ കോൺഗ്രസിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് അനുചിതമാണെന്ന് പെലോസി അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗത്തെ അപലപിക്കുകയും ബന്ദികളെ തിരികെ എത്തിക്കാൻ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു.